ജനാധിപത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വഞ്ചനക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഈ സമരം വിജയിക്കേണ്ടതുണ്ട്. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണത്? ഈ പോരാട്ടം രാഷ്ട്രീയമല്ല, കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല ഇത്, മറിച്ച് ഭരണഘടനയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. ഇതൊരു വ്യക്തിക്ക് ഒരു വോട്ടിനായിട്ടുള്ള പോരാട്ടമാണിത്. അതിനാൽ നമ്മുടെ രാജ്യത്തിന് ശുദ്ധമായ ഒരു വോട്ടർ പട്ടിക ആവശ്യമാണ്. അതിനായിട്ടുള്ള പോരാട്ടമാണ്. ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ സമയങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. അദ്ദേഹം ഒരു പൊതുശല്യമാണ്, എപ്പോഴും ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുകൾ അദ്ദേഹം ഉയർത്തുന്നത് ആരോപണമാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ വിവരിച്ചു കൊടുക്കാത്തത്? ഈ സുവർണാവസരം ഇലക്ഷൻ കമ്മീഷന് മുതലെടുത്തൂടെ? ജനമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്കൊരു 15 മിനിറ്റ് തരൂ, എങ്ങനെയാണ് പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നതെന്ന് ഞാൻ വ്യക്തമാക്കി തരാം, ആ ഇലക്ട്രൽ ഡാറ്റ എനിക്ക് തരൂ എന്ന് പറയുമ്പോ സമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ആ അവസരം കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ പൊതുശല്യമായി മാറിയ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ജയിലിൽ അടച്ചൂടെ? എന്താണ് ഈ അവസരം മുതലെടുക്കാത്തത്? എന്തിനാണ് BJPക്കാർ ഇത്ര അസ്വസ്ഥരാകുന്നത്? നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ, നിങ്ങൾ കളങ്കമില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, സുപ്രീം കോടതി ജഡ്ജിയെ കൊണ്ട് ഒരു സർവകക്ഷി അന്വേഷണം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ, വെറും ആരോപണങ്ങൾ മാത്രമാണെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചൂടെ? അതല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അവരുടെ ഭാഗത്താണ് തെറ്റിയെങ്കിൽ ഓരോ അംഗങ്ങളെയും നിങ്ങൾക്ക് ജയിലിൽ അടച്ചൂടെ? എന്താണ് നിങ്ങൾ അത് ചെയ്യാത്തത്? മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കർണാടകയിൽ വ്യാജ വോട്ടർ ലിസ്റ്റിൽ കണ്ടെത്തിയ പോലെ സ്വന്തം പിതാവിന്റെ പേരും അഡ്രസ്സും വ്യക്തമാക്കാൻ കഴിയാതെ നട്ടല്ലില്ലാതെയാണ് 89% അന്തമിത്രങ്ങളും സോഷ്യൽ മീഡിയയിലെ സകല പോസ്റ്റിനടിയിലും കമന്റിൽ മെഴുകുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിനടിയിലും നോക്കിങ്ങൾ. മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കർണാടകയിൽ വ്യാജമായി കണ്ടെത്തിയ വോട്ടർ ലിസ്റ്റിലുള്ളതുപോലെ തന്നെ സ്വന്തം പിതാവിന്റെ പേരും സ്വന്തം അഡ്രസ്സും വ്യക്തമാക്കാൻ നട്ടല്ലില്ലാതെ 89% അന്തമിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടപഴകുന്നത് ഫേക്ക് ഐഡിയിലും സ്വന്തം മുഖം വ്യക്തമാക്കാതെയും പ്രൊഫൈൽ ലോക്കാക്കിയിട്ടാണ് സകല പോസ്റ്റിനടിയിലും പോയിട്ട് കമന്റിൽ മെഴുകുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിനടിയിലും നോക്കിങ്ങൾ.